ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3-phase DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കണക്ഷൻസ്, എർത്ത്, ന്യൂട്രൽ ഇതൊക്കെ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് 3-phase DB ആണ് ഇത് വരുന്നത്, 8V ആണ് വരുന്നത്. ഓരോ റൂമിൽ നിന്നും വന്നിരിക്കുന്ന സർക്യൂട്ടും കാര്യങ്ങളും കിച്ചണിൽ നിന്ന് അത് പല സ്ഥലത്തു നിന്നും വന്നിരിക്കുന്ന സർക്യൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സർക്യൂട്ടുകളെല്ലാം തന്നെ കളർ കോഡിങ് അനുസരിച്ചിട്ടുള്ള ഈ പച്ച വയർ കണ്ടോ, ഈ പച്ച വയർ നമ്മൾ എർത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സർക്യൂട്ടിൽ നിന്ന് വരുന്ന പച്ച വയർ എല്ലാം കൂടി ലിങ്ക് ഒന്നിച്ച് കണക്ട് മാത്രം പിടിച്ചതിന് ശേഷം നമ്മുടെ DBയിൽ വന്നിരിക്കുന്ന എർത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റോഡ് ഉണ്ടാവും. കാണാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ കണ്ടോ, ഈ സൈഡിൽ നമ്മൾ എർത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റോഡ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ സർക്യൂട്ടിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ എർത്തുകളും ഒന്നിച്ച് ഇതിലേക്ക് ലിങ്ക് ചെയ്ത് സ്ക്രൂവിലേക്ക് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്നും ഒരു 2.5-ൻ്റെ വയർ കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ താഴെ മീറ്റർ ബോക്സിലേക്ക് കൊണ്ടുപോകുന്നു. മീറ്റർ ബോക്സിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് കളയുന്നു. ഇങ്ങനെയാണ് നമ്മൾ എർത്തുകൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ന്യൂട്രലിൻ്റെ കണക്ഷനാണ്. ഈ റൂമുകളിൽ നിന്ന് വരുന്ന എല്ലാ സർക്യൂട്ടിൽ നിന്നും ന്യൂട്രൽ വയർ, ആ ബ്ലാക്ക് കണ്ടോ, ബ്ലാക്കും നീലയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2.5-ഉം 1.5-ഉമാണ് മെയിനായിട്ട് ന്യൂട്രൽ വരുന്നത്. ഈ ന്യൂട്രലുകളെല്ലാം തന്നെ ഒന്നിച്ച് നമ്മൾ കണക്ട് ചെയ്തതിന് ഒന്നിച്ച് പിടിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നേരെ കൊണ്ടുവന്ന് DBയിലുള്ള ന്യൂട്രൽ ബാർ കണ്ടോ, ഇത് ന്യൂട്രൽ ബാർ പല രീതിയിലും നമുക്ക് പല DBയിലും പല രീതിയിലാണ് ന്യൂട്രൽ ബാർ വരുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ന്യൂട്രൽ ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ന്യൂട്രൽ ബാറിലേക്ക് ഓരോ സ്ക്രൂവിലും കണ്ടോ, ഓരോന്നിലേക്കും നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ടൈറ്റ് കുറയരുത്, കാരണം ഇത് ടൈറ്റ് കുറയുന്ന സമയത്ത് ആർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പവർ എടുക്കുന്ന സമയത്ത് ആർക്ക് ചെയ്ത് കത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിരിക്കണം. അന്ന് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടൻറ്റ്, അതായത് നമ്മുടെ ചെമ്പ് കമ്പി ഒടിഞ്ഞു പോകാത്ത രീതിയിലായിരിക്കണം ടൈറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ സെക്ഷനാണ് നോക്കുന്നത്. ഇൻവെർട്ടർ സെക്ഷൻ്റെ എല്ലാ വയറുകളും, മഞ്ഞ വയറാണ് എല്ലാ വയറും നമ്മളുടെ കളർ കോഡിങ്ങിന് ഉപയോഗിക്കുന്നത്. 1.5 മഞ്ഞ, ഇതെല്ലാം കൂടി എല്ലാ സർക്യൂട്ടിൽ നിന്നുള്ള ഇൻവെർട്ടർ സെക്ഷൻ നമ്മൾ എടുത്തതിന് ശേഷം ഒറ്റ വയറായിട്ട് നമ്മളത് ജോയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒറ്റ വയറായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് ഒരു MCB കൊടുത്തിരിക്കുന്നുണ്ട്. 16 ആംപിയറിൻ്റെ ഒരു MCB നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ്, ഇൻവെർട്ടറിൻ്റെ ഔട്ടിന് വേണ്ടിയിട്ടുള്ള MCB ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു MCB വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മാസ്റ്റർ കണക്ഷനാണ്. മാസ്റ്റർ കണക്ഷൻ എല്ലാ റൂമുകളിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും വന്നിരിക്കുന്ന മാസ്റ്റർ കണക്ഷൻ 1.5 നീല, എല്ലാ വയറുകളും ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്ത് DBയിൽ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. എങ്ങും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്ന ഒരു വീഡിയോ കൊടുത്തേക്കാൻ നിങ്ങൾ കയറി ഡയഗ്രം ഉൾപ്പെടെ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഇനി അടുത്ത സെക്ഷനാണ് നമ്മുടെ ഫേസ് സെക്ഷൻ. എല്ലാ റൂമുകളിൽ നിന്നും നേരത്തെ വന്നിരിക്കുന്ന എല്ലാ സർക്യൂട്ടിൽ നിന്നും വന്നിരിക്കുന്ന ഫേസുകളെല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്ത് കണ്ടോ, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടിരിക്കുന്നതാണ്. ഈ കാണുന്ന എല്ലാം തന്നെ ഫേസ് ആണ് വന്നിരിക്കുന്നത്. AC ആണെങ്കിലും പവർ പ്ലഗുകളാണെങ്കിലും റൂം സർക്യൂട്ടുകളാണെങ്കിലും ഹീറ്റർ ആണെങ്കിലും എല്ലാത്തിൻ്റെയും വന്നിരിക്കുന്നത് 2.5. ഇത് ഓരോ MCBകളിലേക്കും സെപ്പറേറ്റ് ഓരോ സെക്ഷൻ തിരിച്ച് കണക്ട് ചെയ്ത് കൊടുക്കണം. ആദ്യമേ തന്നെ DB കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന 3 ഫേസിൻ്റെ 3 ഫേസ്, R എന്ന് പറയുന്നത് റെഡ്, Y എന്ന് പറയുന്നത് യെല്ലോ, B എന്ന് പറയുന്നത് ബ്ലൂ, ഇങ്ങനെ 3 ഫേസാണ് വരുന്നത്. 3 ഫേസിലേക്കും ഈക്വൽ ലോഡ് വരാവുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആംബിയർ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് എല്ലാ ഓരോ MCBകൾ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യുക. പിന്നെ ഇത് ഐസൊലേറ്റർ ആണ് വരുന്നത്. ഫസ്റ്റ് തന്നെ മീറ്റർ ബോക്സിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് ഐസൊലേറ്ററിലേക്കാണ്. 3-phase ഐസൊലേറ്റർ 40 amps ആണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഇതിൻ്റെ ഔട്ടാണ് നേരെ നമുക്ക് ELCBയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ RCCBയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതും 40 amps-ൻ്റെ LNTD ആണ് വെച്ചിരിക്കുന്നത്. ഇത് ട്രിപ്പ് ആവുന്നത് ഈ പറയുന്ന ഈ RCCB ആണ് ട്രിപ്പ് ആവുന്ന സിസ്റ്റം വരുന്നത്, എർത്ത് ലീക്കേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അതിൽ നിന്നും ഔട്ട് വരുന്നത് 3 ഫേസും ന്യൂട്രൽ ഔട്ട് വന്നത് നേരെ സെലക്ടർ വന്നു. സെലക്ടറിൽ വന്നതിന് ശേഷം ന്യൂട്രലിൻ്റെ ബാറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതിനുശേഷം ഓരോ സെപ്പറേറ്റ് വരുന്ന MCBകളിലേക്ക് കൊടുത്ത് ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 3-phase DBനെ കുറിച്ചിട്ടും അതിൻ്റെ കളർ കോഡിങ് വരുന്ന വയറുകൾ കൊടുക്കുന്ന, എർത്ത് കൊടുക്കുന്നത്, ന്യൂട്രൽ കൊടുക്കുന്നത്, ഫേസ്, അതുപോലെ തന്നെ ഏകദേശം ഇൻവെർട്ടർ സെക്ഷൻ്റെ കൊടുക്കുന്നത്, മാസ്റ്റർ കണക്ഷൻ എങ്ങനെയാണെന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുമാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മാസ്റ്റർ കണക്ഷനെ കുറിച്ചിട്ട് അറിയണം താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അതുമാത്രമല്ല, കാണുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹെൽപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, ഷെയറും കൂടി ചെയ്തേക്കാം, ലൈക്കും കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink
straight